തീർച്ചയായിട്ടും വളരെ സുതാര്യമായ ഒരു അന്വേഷണമാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതിൽ വളരെ ആത്മവിശ്വാസമുണ്ട്. ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത പല തെളിവുകളും പല അന്വേഷണങ്ങളും ദൃക്സാക്ഷികളെയും ഉൾപ്പെടെ ഐഡന്റിഫൈ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ വരും ദിവസങ്ങളിൽ തന്നെ ചാർജ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്നതാണെന്നാണ് അറിയുന്നത്. പിന്നെ ഈ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം മുതൽ തന്നെ ഞങ്ങൾ ആരോപിക്കുന്നതാണ്. കാരണം ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്ന ഒരു തെളിവുകളുള്ള കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ട ഒരു വിഷ്വൽസ് അത് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വിഷ്വൽസ് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയായിട്ട് ഉള്ളതാണെന്നുള്ളതാണ്. അത് വളരെ ഏറ്റവും ആദ്യം തന്നെ ചൈത്ര മാഡം ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട്, അതായത് അവർ ചെയ്തത് അവരുടെ ഡ്യൂട്ടി അല്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. പക്ഷേ നാളിതുവരെയായി ആ ഒരു റിപ്പോർട്ട് പോലും ആരും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ADGP 3 ദിവസം 4 ദിവസം അവരെ ടോർച്ചർ ചെയ്ത്, അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മയങ്ങി വീണു, BP ഷൂട്ടായിട്ട് മയങ്ങി ആണ് അറിയുന്നത്. വളരെ വളരെ റിലയബിളായ സോഴ്സിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ്. എന്നിട്ടാണ് അവരൊരു റിപ്പോർട്ട് തിരുത്തി ചാർജ് സമർപ്പിക്കാൻ വന്നാൽ 113 പ്രൊട്ടക്ഷൻ അവർക്ക് ലഭ്യമാകുന്ന തരത്തിൽ ചാർജ് തിരുത്തി എഴുതണമെന്നാണ് ADGP ആവശ്യപ്പെട്ടെന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാവണം. ഈ കേസിൽ ഗൂഢാലോചനയുണ്ട്, അതും കൂടെ ചേർത്തുകൊണ്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു കാര്യം കൂടി ചോദിക്കണം, അന്നത്തെ അനുഭവം കൂടി ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? തല്ലരുത് എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും പോലീസുകാർ മനഃപൂർവ്വം, പ്രത്യേകിച്ച് ഗൺമാൻ, ഒരു പക വീട്ടുന്നത് പോലെ അല്ലായിരുന്നു അന്ന് പ്രതികരിച്ചത്? യാതൊരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ഫുട്പാത്തിന്റെ സൈഡിൽ നിന്നാണ് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. അന്ന് ലോക്കൽ പോലീസ് ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്തുന്നത് ഞങ്ങൾ പോലീസിന് വഴങ്ങി നിൽക്കുകയാണ്. നിയമം അനുസരിച്ചുകൊണ്ട് പോലീസ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ മാറി നിൽക്കുക. പ്രതിഷേധിക്കുക എന്നുള്ളത് ന്യായമായ ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ മാറി നിൽക്കുമ്പോൾ ഞങ്ങളെ ഒരു കാരണവുമില്ലാതെ അകാരണമായി പോലീസിന് വഴങ്ങി നിൽക്കുന്ന ഞങ്ങളെ അകാരണമായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിക്കുന്നത്. അത് കൈകൊണ്ട് തടുത്തില്ലായിരുന്നുവെങ്കിൽ എനിക്കും തോമസിനും മരണം വരെ സംഭവിക്കുമായിരുന്നു. അത്തരത്തിലായിരുന്നു അദ്ദേഹം മർദ്ദിച്ചത്. അതിന്റെ പുറകിൽ നിന്ന് വന്ന വാഹനത്തിൽ അദ്ദേഹം, നമ്മൾ ആ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ കാണാം, വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്, വടിയും വീശിക്കൊണ്ട്. അപ്പം നാട്ടിലുള്ള പ്രതിഷേധമുണ്ടാവും. അവരെ മർദ്ദിക്കണം എന്നുള്ള തികഞ്ഞ ഉദ്ദേശത്തോടുകൂടി ഒരു ഗൺമാന്റെ കയ്യിൽ തോക്കും അദ്ദേഹത്തിന്, അല്ലെങ്കിൽ എന്താണോ അദ്ദേഹത്തിന്റെ അനുവദനീയമായ ഡിഫൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ എന്താണോ അത്, ഇതൊരു നീളം കൂടിയ ഒരു ലാത്തിയാണ്. നീളം കൂടിയ ലാത്തി മുളവടിയാണ് നീളം കൂടിയ. അതെങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു Z+ കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അല്ലെങ്കിൽ വാഹനത്തിൽ എങ്ങനെ അത് വന്നു എന്നുള്ളതുകൂടെ പരിശോധിക്കേണ്ടതാണ്. തീർത്തും മര്യാദയില്ലാത്ത രീതിയിലാണ് അന്ന് മർദ്ദിച്ചത്. ശരി, അപ്പോൾ എന്തായിരുന്നാലും ശക്തമായി തന്നെ ഇതിൽ നടപടി സ്വീകരിക്കുമെന്നും അടുത്ത ദിവസം തന്നെ കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ശരി, വളരെ നന്ദി ശ്രീ അജയ് ജുവൽ കുര്യാക്കോസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.